അതിനാണ് ഞാൻ കാത്തിരുന്നത്. പിന്നെ എല്ലാവരും മലയാളം മറന്നു പോയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഞങ്ങൾ 95 തൊട്ട് ബ്രദറിൻ്റെ ടോക്ക് ഇടുന്ന അന്ന് തൊട്ട് എൻ്റെ എല്ലാ ബൈബിളിലും എനിക്ക് പേഴ്സണൽ പ്രയറിൻ്റെ ലീഫ്ലെറ്റ് ഇരിപ്പുണ്ട്. ഞാനത് ഒരു ദിവസം പോലും കയ്യിലെടുക്കാത്ത ദിവസമില്ല. ചില ദിവസം അത് എടുത്തേച്ച് ഓർക്കോ ഇത് വേണ്ട എന്നുവെച്ച് പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ വേറെ ട്രൈ ചെയ്യും. എന്നാലും പിന്നെ എനിക്കിത് കയ്യിലെടുക്കണം. ഇതിങ്ങനെ അപ്പം പേഴ്സണൽ പ്രയറിൽ ഇപ്പം കുറേ നാളായിട്ടിങ്ങനെ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങ് തീർന്നു പോകും. ആദ്യം ഞാനിങ്ങനെ 95 ഒക്കെ കഴിഞ്ഞ് ഇത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് ഒന്നും ആകുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം ബ്രദർ പറഞ്ഞത് സമയം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. അപ്പോഴത്തേനും അത് 20 മിനിറ്റ് കൊണ്ട് അങ്ങ് തീരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം സ്ഥിരം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ആക്കി ഇങ്ങനെ നിന്ന് പിന്നെ ഞാനിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യത്തെ ടോക്ക് കേട്ടപ്പം അത് 1 മണിക്കൂറൊന്നും അല്ല, അങ്ങ് നീണ്ടു പോവുക. എനിക്ക് സമയം എത്ര കിട്ടിയാലും മതിയാകാത്ത പോലെ ആ സെയിം ലീഫ്ലെറ്റ് ഞാനിങ്ങനെ എനിക്ക് സമയമെടുക്കും. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ബ്രദർ പറഞ്ഞായിരുന്നു ജ്ഞാനത്തിൻ്റെ 6 തൊട്ട് 9 വരെ വായിക്കാൻ, പണ്ട് ഏതോ ഒരു വർഷം. അപ്പം അതിങ്ങനെ വായിച്ചാൽ ഞാൻ വായിക്കും, എല്ലാ ദിവസവും തന്നെ വായിക്കും. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ഞാൻ ഇത്രയും നാൾ ഇതായിരുന്നു വായിച്ചിരുന്നതെന്ന് ഞാൻ ഓർത്തു. കാരണം എന്തോ ഭയങ്കര ഓരോ വീടിനകത്തും ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്യുന്ന വാക്കുകളായിട്ട് അങ്ങനെ പേഴ്സണൽ പ്രയറിൽ എനിക്ക് നല്ല ഒരു വ്യത്യാസം കൂടുതൽ വന്നു. കൂടുതൽ ദൈവം എപ്പോഴും ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ പ്രൈസ് ദി ലോർഡ്.